തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് വീണ്ടും പിണറായി വിജയൻ മത്സരിക്കും. ഭരണം ലഭിച്ചാൽ വീണ്ടും മുഖ്യമന്ത്രിയാകും. മുന്നണി പരാജയപ്പെട്ടാൽ പ്രതിപക്ഷ നേതാവാകില്ല. പുതുമുഖത്തെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. മഹേഷ് ചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. മഹേഷ്, അങ്ങനെ തീരുമാനം വരുന്നു. മൂന്നാം അംഗത്തിലും പിണറായി തന്നെ നയിക്കും. ഏത് തരത്തിലാണ് വിശദാംശങ്ങൾ വരുന്നത് മഹേഷ്? സംഗീത, മൂന്നാം ഊഴത്തിന് പിണറായി വിജയൻ ഇറങ്ങുമോ എന്നുള്ള ആകാംക്ഷ തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിന് ഒരു ഉത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരിക്കും. ധർമ്മടത്ത് തന്നെയായിരിക്കും ജനവിധി തേടുക. തെരഞ്ഞെടുപ്പ് നയിക്കുക, പ്രചരണം നയിക്കുക തന്നെയും അദ്ദേഹം തന്നെയായിരിക്കും. ക്യാപ്റ്റനെ അദ്ദേഹം നിറഞ്ഞു നിൽക്കും. പ്രചാരണ രംഗത്ത് അദ്ദേഹം സജീവമായി ഉണ്ടാകും. അതിന് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി നിലയത്തിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത്തരം പരിപാടികളുടെ സജീവമായി ഇടപെടുകയും ചെയ്യും. അങ്ങനെ സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ പര്യടനങ്ങൾ നടത്തുന്ന സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാവും. അത്തരം പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിനൊപ്പമുള്ള തീരുമാനമാണ് ഇത്. 2 ടേം വ്യവസ്ഥ കർശനമായി നടപ്പാക്കിയ പാർട്ടിയാണ് CPM. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 തവണ മത്സരിച്ച് ജയിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമായിരുന്നു. അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ജനപ്രീതിയുള്ളവർ, ജനസ്വാധീനമുള്ളവർ, അവർക്ക് ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകും. ഈ ചില മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ വിജയസാധ്യത വെച്ച് നോക്കുമ്പോൾ അത് ഇടതുമുന്നണിക്കോ CPM-നോ വലിയ വേരോട്ടമുള്ള മണ്ഡലങ്ങളല്ല. ജനപ്രീതി കൊണ്ട് വിജയിക്കുന്ന ചില നേതാക്കളുണ്ട്. അവരെ വീണ്ടും മത്സരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ, ഔദ്യോഗിക തീരുമാനങ്ങളിലേക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷേ ജില്ലാ നേതൃത്വങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല മണ്ഡലങ്ങളിലും ചില ഇപ്പോഴുള്ള MLA-മാരെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പകരക്കാരെ കണ്ടെത്താൻ കഴിയുന്ന സ്ഥിതിയാണ്. അത്തരത്തിൽ മാറ്റം വരുത്തിയാൽ ആ സീറ്റുകൾ പരാജയപ്പെടുന്ന സൂചന ജില്ലാ നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. സംഗീത, മഹേഷ്, മൂന്നാം ഊഴത്തിലേക്ക് നയിക്കുമ്പോൾ മൂന്നാം ഊഴത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകുമെന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയപരമായ ഉദ്വേഗം ഉണ്ടാക്കും, അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും? വലിയ രീതിയിൽ LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്ന സമയമാണ്. ആ നിലയ്ക്ക് തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ശ്രമം ഏറെ വേണ്ടിവരും രണ്ടാം ഘട്ടത്തേതിൽ നിന്നും താരതമ്യപ്പെടുത്തുമ്പോൾ ഉള്ളത്. അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നുള്ള പ്രഖ്യാപനം വരുമ്പോൾ അതേത് രീതിയിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും? സംഗീത, പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേര് CPM നേതൃത്വത്തിൻ്റെ മുന്നിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഏറ്റവും ജനപ്രീതി ഉള്ള നേതാവ് അത് പിണറായി വിജയൻ തന്നെ ആണെന്ന് ചില തരത്തിലേക്ക് അനുമതികൾ നടത്തിയ സർവേകളിലൂടെ തന്നെയൊക്കെ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും മത്സരിക്കണമെന്ന നിർദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ ധർമ്മടത്തെ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ മുന്നണിക്ക് അധികാരം കിട്ടിയാൽ അതിൽ തന്നെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. മറ്റൊരു പേര് അപ്പോഴും പരിഗണിക്കില്ല. മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും CPM-ൻ്റെ രീതി. എങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകുമെന്ന പ്രതീതി തന്നെ ഈ പ്രചാരണ രംഗത്തുടനീളം ഉണ്ടാകും. അതേസമയം ജനവിധി മറിച്ചായാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അദ്ദേഹം വരില്ല. പകരം പുതിയൊരു നേതൃത്വം ഇടതുമുന്നണിയെ നയിക്കാൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഗീത, ആ നിലയ്ക്ക് വരുമ്പോൾ ഏത് തരത്തിലേക്ക് വരും മഹേഷ്? ആരുടെയൊക്കെ പേരുകൾ ആ സ്ഥാനത്തേക്ക് വരാനുള്ള സൂചനകളുണ്ട്? മാത്രമല്ല വ്യക്തിപ്രഭാവമുള്ളവർക്കും ഇളവുണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടല്ലോ. അത് ആർക്കൊക്കെ അനുകൂലമായി തീരും? ഇക്കാര്യത്തിൽ ഞമ്മു പറഞ്ഞ പോലെ തന്നെ ചില മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ LDF ഇപ്പോൾ ജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ചിലത് അത് LDF-ൻ്റെ ഒരു അടിത്തറയുള്ള അല്ലെങ്കിൽ CPM-ന് അടിത്തറയുള്ള വേരോട്ടമുള്ള അത്രയധികം വോട്ട് അവർക്ക് പാർട്ടിക്ക് മാത്രമായിട്ടുള്ള സ്ഥലങ്ങളല്ല പലതും. അത്തരം സ്ഥലങ്ങളിൽ, അത്തരം മണ്ഡലങ്ങൾ, ഇപ്പോൾ ആറന്മുള പോലെയുള്ള മണ്ഡലം മന്ത്രി വീണ ജോർജ് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണത്. അപ്പോൾ വീണ ജോർജ് അല്ലാതെ മറ്റൊരു പേര് നിലവിൽ അവിടെ നിന്നും ജില്ലാ നേതൃത്വത്തിന് നൽകാൻ കഴിയുന്ന സാഹചര്യമില്ല. അപ്പോൾ വിജയ സാധ്യത 100% അല്ലെങ്കിൽ 90% ഉറപ്പിച്ച് പറയാവുന്ന തരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അത്തരം പേരില്ലാത്ത സാഹചര്യം പല മണ്ഡലങ്ങളിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 14 മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങൾ LDF ആണ് ഭരിക്കുന്നത്. അതിൽ 10 LDF ആണ് ജനപ്രതിയായിരിക്കുന്നത്. അതിൽ 10 നിയമസഭാ മണ്ഡലങ്ങൾ തന്നെ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവിടുത്തെ ജനപ്രതിനിധികൾ, MLA-മാർ. അവർ പലരെയും മാറ്റിയാൽ ആ മണ്ഡലങ്ങൾ കിട്ടാതെ പോകുന്ന, നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഓരോ മണ്ഡലവും വളരെയധികം പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി അനുകൂലമാക്കണമെങ്കിൽ ശക്തമായ തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തുന്ന തിരിച്ചറിവ് CPM-ന് കിട്ടിയിട്ടുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചറിവ് പശ്ചാത്തലത്തിൽ അത്തരത്തിലേക്കുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം അക്കാര്യത്തിൽ വളരെ തരത്തിൽ ആലോചിച്ച് ഇടപെടൽ നടത്താൻ പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്. സംഗീത.